ഇന്ത്യൻ ടൈപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ് ഇതാണ് മാർഷൽ ആർട്സിന് ഏറ്റവും ബെസ്റ്റ്, എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതും നല്ലതാണ്, ഗുഡ്, നോ പ്രോബ്ലം. പക്ഷെ അത് ഐസൊലേറ്റഡ് ട്രെയിനിങ് ആണ്. ഓരോ മസിലിനെ ഐസൊലേറ്റ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഓരോ മസിലിനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് ആ മസിലിനെ മാത്രം ട്രെയിൻ ചെയ്തിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ജിമ്മിൽ കാണുന്നത്. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടാസ്ക് ഓറിയന്റഡ്. ഒരു വെയിറ്റ് എങ്ങനെ എടുക്കാം, പുഷ് ചെയ്യാം, ഇതൊക്കെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് അല്ലേ. അപ്പോൾ അതിൽ ഫുൾ ബോഡി എങ്ങനെ യൂസ് ചെയ്യുന്നോ അതാണ് അതിൻ്റെ മെയിൻ സ്കിൽ. ഇതാണ് ഒന്നുകൂടി മാർഷൽ ആർട്സിന് റിലേറ്റബിൾ ആവുക. പർവ്വതാസന, ഭുജംഗാസന കാര്യങ്ങളെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് 1, 2. This is called as sadharan dandi, regular plain dandi. Together, open, open. Ini നേരെ മുന്നോട്ട് ഇങ്ങനെ പോട്ടെ, straight. Keep your hands at shoulder width distance apart and lift up your hip. ഒരു ഏകദേശം പർവ്വതാസന ടൈപ്പ് പോസിലാണ് ഇവിടെ എത്തേണ്ടത്. ഓക്കെ, പക്ഷേ ഫുൾ യോഗ ടൈപ്പ് സ്ട്രെച്ചിങ് ആയി പോകും. സ്ട്രെച്ചിങ് നമുക്ക് വേറെ ചെയ്യാം. ബെഡ് എന്ന് പറയുന്നത് സാധാ ഒരു സ്ക്വാട്ട്. നമ്മൾ യൂഷ്വലി വെസ്റ്റേൺ ട്രഡീഷണൽ ആയിട്ട് സ്ക്വാട്ട് ചെയ്യുന്നത് ഇങ്ങനെ ആൻഡ് അപ്പ്, റൈറ്റ്? നല്ലതാണ്, നോ പ്രോബ്ലം, ഗുഡ്. ഇന്ത്യൻ സ്റ്റൈൽ സ്ക്വാട്ടിൽ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കും, ഹീൽസ് ലിഫ്റ്റഡ് ആയിരിക്കും. ഒന്നുകൂടി റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. കറക്റ്റായി ചെയ്തില്ലെങ്കിൽ ജോയിന്റിന് പെയിൻ വരും. പക്ഷെ കറക്റ്റായിട്ട് ചെയ്താലോ ജോയിന്റ് ഒന്നുകൂടി സ്ട്രോങ് ആവാൻ ചെയ്യും. ഓക്കെ, യു വിൽ ബിക്കം ബെറ്റർ. സർപ്പഡണ്ട്. സർപ്പഡണ്ട് എന്ന് പറഞ്ഞാൽ സർപ്പം, ഭുജംഗാസന, സർപ്പഡണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നത് ഇങ്ങനെ ഒരു ബോഡി ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന പോലെ അല്ലേ. യോഗയിൽ കോബ്ര പോസ് എന്നറിയല്ലോ. അപ്പോൾ എല്ലാം ബോഡി ഇങ്ങനെ ലിഫ്റ്റായി വരുന്നത് എന്താണ്? ഒരു സ്നേക്ക് ആയിട്ട് വരുന്നത്. അതിൻ്റെ ടെർമിനോളജി എങ്ങനെയാണ്? ഓക്കെ, സോ ജസ്റ്റ് ട്രൈ. ദിസ് ഈസ് ഫോർ യുവർ ട്രൈസെപ്സ്. ജിമ്മിൽ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാവില്ല, ഇങ്ങനെ താഴത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്, അതേപോലത്തെ ഒരു എഫക്റ്റ് ബോഡി വെയിറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസമാണ് സർപ്പഡണ്ട്. സീരിയസ്. ഡൗൺ, ലിഫ്റ്റ് അപ്പ് യുവർ ഹിപ്പ് ആൻഡ് ഗോ 1 by 1. 1, ഷൂ. കാണുമ്പോൾ അത് സെയിം അല്ലേ എന്ന് തോന്നും. സെയിം അല്ലേ? ലുക്ക് അറ്റ് ദിസ്. സംസ്കൃത് ടെർമിനോളജിയാണ്. വൃശ്ചിക് മീൻസ് സ്കോർപ്പിയൻ. അപ്പോൾ കാലെല്ലാം ഇങ്ങനെ പൊക്കുന്ന ഈ പോസിനെല്ലാം വൃശ്ചിക് ടൈപ്പ് ടെർമിനോളജി ആണ്. ലൈക്ക് എ സ്കോർപ്പിയൻ. സ്കോർപ്പിയൻ എന്താണ്? തേളുണ്ടാവില്ല, തേൾ, റൈറ്റ്? അപ്പോൾ അതിനൊരു വാലില്ല. കൈയിൻ്റെ സ്ട്രെങ്ത് ട്രെയിനിങ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യു വിൽ ഗെറ്റ് മോർ ബോഡി വെയിറ്റ് ഓൺ യുവർ ആംസ് ആൻഡ് യു വിൽ ബി ട്രെയിനിങ് യുവർ കോർ മസിൽസ് വിത്ത് ഇറ്റ്. ഫസ്റ്റ് വേരിയേഷൻ വൃശ്ചിക് ആണ്. ബോഡിന്റെ ട്വിസ്റ്റിങ്ങും കാലിന്റെ സ്ട്രെച്ചിങ് എല്ലാം കൂടി വിത്ത് ഒരു സ്ട്രെങ്ത് മൂവ്മെന്റ് ആയിട്ട് കമ്പൈൻ ചെയ്തു. കാരണം എന്താ? റെസ്ലിംഗ്, മാർഷൽ ആർട്സ്, കരാട്ടെ, എന്തായാലും യു ഹാവ് ടു ജനറേറ്റ് പവറും വേണം, അതിന്റെ കൂടെ ഫാസ്റ്റും വേണം, അല്ലെ? സ്പീഡും വേണ്ടേ, ഫ്ലെക്സിബിലിറ്റി വേണ്ടേ, അതെല്ലാം കൂടി ടുഗദർ വി ആർ ട്രെയിനിങ് ഇൻ ആൻ എൻഡ്യൂറൻസ് ട്രെയിനിങ് മെത്തേഡ്. പ്രൗഡ് ഫാദർ. ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി രീതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഈ എക്സസൈസിൻ്റെ ഒക്കെ ഇപ്പോൾ ചെയ്താൽ അത് പറ്റുന്നില്ലല്ലോ, ശരിയാവുന്നില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ഇതിൻ്റെ എല്ലാം ഈസി വേർഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. അത് ഞാൻ കാല് ഇതിൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ടല്ലേ, കാല് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്താലും അതൊരു വിശ്വസിക്കേണ്ടത് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഈസി ആയിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാം. അതാണ് ഈ മെത്തേഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. മിശ്ര എന്ന് പറയുന്നത് എന്താണ്? മിശ്ര മീൻസ് ഫിഷ്. ഓക്കെ, ഫിഷ്, മത്സ്യം, മിശ്ര, റൈറ്റ്? അപ്പോൾ ഫിഷ് ഡൈവ് ചെയ്യുന്ന രീതിയിൽ എന്താണ്? വലിയ യൂണിക് ഒന്നല്ല, സിമ്പിൾ. കാല് വരുന്നുണ്ട്, അപ്പർ ബോഡിയും വരുന്നുണ്ട്, ആൻഡ് ടുഗദർ യു ആർ ഗോയിങ് ഡൗൺ. ഓക്കെ, ടുഗദർ ഔട്ട്, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, റൈറ്റ്?
കാലം അങ്ങോട്ട് പോയി അപ്പോൾ തന്നെ ചാടണം, അപ്പോൾ തന്നെ കൈ ഇങ്ങനെ വെക്കണം, അപ്പോൾ തന്നെ പുഷപ്പ് ചെയ്യണം അല്ലേ? സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇത് വെറുതെ ഡിഫിക്കൽട്ട് ആക്കുകയല്ല, ചില സമയത്ത് ഇങ്ങനെ ഡിഫിക്കൽട്ട് ആക്കുന്നത് നല്ലതാണ്. ഓക്കെ, യു ഹാവ് ടു ചലഞ്ച് യുവർ സെൽഫ്. നിങ്ങൾ യൂഷ്വലി ഇഫ് യു ആർ പ്രാക്ടീസിങ് അറ്റ് ഹോം, ഇഫ് യു ആർ ഡൂയിങ് യൂഷ്വൽ വർക്കൗട്ട്, keep it simple. Push-up, squats, pull-ups, karate, kata, shadow sparring, punching bag, money. Finished. Very simple. But apparently, once in a blue moon, okay, sometimes you need to try and make it challenging. Okay, a challenge endinana for keeping yourself in connection with the muscle, right? Angadane simple aayittu vera variations undu. For example, Hanuman Dand. What is Hanuman Dand? പേര് ഇങ്ങനെ സംസ്കൃത് യോഗ ടൈപ്പ് പേരാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ റീസൺ എന്താണെന്ന് അറിയില്ല. പക്ഷേ കാല് സ്പ്ലിറ്റ് ആവുന്ന എല്ലാത്തിനും ഒരു ഏകദേശം ഹനുമാൻ ടൈപ്പ് പേരാണ് ഉണ്ടാവും. ഈ കളരിപ്പയറ്റിലെ കാലിങ്ങനെ സൂചിക്കുക എന്ന് പറയുന്നത്, അതിന് യോഗ നെയിമാണ് ഹനുമാനാസന, റൈറ്റ്? സോ മേ ബി ബിക്കോസ് ആ ലോങ് ജമ്പ് ഉണ്ടല്ലോ ഇന്ത്യ ടു ശ്രീലങ്ക, അതിൻ്റെ ഒരു ഇതായിരിക്കാം. ഓക്കെ, എനിവേ Hanuman Dand സിമ്പിൾ ആണ്. ഇത് ഒന്നുകൂടി ഈസിയാണ്. ഇറ്റ് ഈസ് ഈസിയർ ദാൻ ദ റെഗുലർ പുഷപ്പ്. സാധാരണ പുഷപ്പ് ചെയ്യുന്ന പോലെ ഇതിനെക്കാട്ടിലും ഈസിയാണ്, കാരണം ഞാൻ ഒരു കാലം കൂടി വെക്കുന്നുണ്ട്. ബട്ട് വൈ? ഒന്നുകൂടി ഈസി ആക്കി, പക്ഷെ അതിന്റെ റെപ്യൂട്ടേഷൻ കൂടും. ദിസ് ഈസ് ഡിഫിക്കൽട്ട്, ജോയിന്റിനൊക്കെ ഡിഫിക്കൽട്ടാണ് അല്ലേ? ഇങ്ങനത്തെ ഒരു എക്സസൈസ് ഞാൻ 100 ടൈംസ് ചെയ്താൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ കൈക്കൊക്കെ പ്രശ്നം വരും. അപ്പോൾ എൻഡ്യൂറൻസ് രീതിയിൽ കുറേ ഡിഫറെൻറ്റ് വേരിയേഷൻസ് കൂടെ തന്നെ ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എ ലിറ്റിൽ മോർ ഈസി ആയിട്ടുള്ള എക്സസൈസ് കുറേ റെപ്യൂട്ടേഷൻസ് ആയിട്ട് ചെയ്താൽ അതാണ് സ്റ്റാമിന ആൻഡ് എൻഡ്യൂറൻസിനെ ബെറ്റർ ആക്കുക അല്ലേ? ഫോർ എക്സാമ്പിൾ റണ്ണിങ്, സ്ലോ ജോഗിങ് 45 minutes, 1 hour ജോഗിങ്, ദാറ്റ് ഈസ് ഗുഡ്. ഇപ്പോൾ 45 minutes ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്താണ് കാലിൽ പ്രശ്നം വരുന്നത്? ഇങ്ങനെ ബോഡിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, റൈറ്റ്? ഓക്കെ, ചക്രദണ്ഡ, പാർശ്വദണ്ഡ, ഹനുമാൻ ദണ്ഡ, വൃശ്ചികദണ്ഡ, ഷെയർ ദണ്ഡ, ഹാൻഡ് സ്റ്റാൻഡ്, നെഗറ്റീവ് പുഷപ്പ്. ഓക്കെ, ഇപ്പൊ ചെയ്ത് നോക്കണ്ട. ഓക്കെ, ടൈൽസ് ആണ്, സ്ലിപ്പ് ആവും. Why I am saying this is better than gym? Because gym ആയിട്ട് വേറെ കോമ്പറ്റീഷൻ ആയതുകൊണ്ടല്ല. That is simple, that is good. അതാണ് നല്ലത്. ബട്ട് നിങ്ങൾ മാർഷൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഈ ബോഡിനെ മൂവ് ചെയ്യാൻ, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ, ഫ്ലെക്സിബിലിറ്റി ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ അറിയാലേ? അതല്ലേ നിങ്ങളുടെ ഗെയിം അല്ലേ? സോ there are different variations. അതേ ഫിലോസഫി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ this is hypertrophy training. Okay, gym training. ഓരോ മസിൽസിനെ സിംഗിൾ 1 by 1 ആയിട്ട് മെല്ലെ ട്രെയിൻ ചെയ്യും. ഇത് റെസ്ലിംഗിൽ ചെയ്യുന്ന എങ്ങനെയല്ലോ, അതെന്താണ് അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ തെറ്റാന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഒരു മസിലിനെ വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും. മസിലിനെ വർക്ക് ചെയ്യാനല്ല, ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മസിൽ അങ്ങനെ ഗ്രോത്ത് ആവുന്നതല്ല. യു വിൽ നോട്ട് ഹാവ് മസിൽ ഗ്രോത്ത്. ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഹൈപ്പർട്രോഫി ട്രെയിനിങ്. ജിമ്മിൽ പോയാലാണ് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? റിയൽ ലൈഫിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ്സ് ഒന്നുകൂടി ട്രെയിൻ ചെയ്യാം വിത്ത് ഫുൾ ബോഡി, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദിസ് ബിഷപ്പ്, ഓവർഹുക്ക്, അണ്ടർഹുക്ക്, ഇതിൻ്റെ ഒക്കെ ട്രെയിനിങ് തന്നെ അല്ലേ ഇതൊക്കെ, റൈറ്റ്? അതൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഈ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു മസിൽ മാത്രം വെച്ചിട്ടാണോ പഞ്ച് ചെയ്യാൻ? അല്ല, ഞാൻ പഞ്ച് ചെയ്യുന്ന ഫുൾ ബോഡി ഐ ഹാവ് ടു യൂസ്. അപ്പോൾ ഫുൾ ബോഡി ഉപയോഗിക്കാൻ പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. മുഗ്ദർ ഓർ മുതുകൽ ഓർ കരളക്കട്ടായി ഐസൊലേറ്റഡ് ട്രെയിനിങ് അല്ലാതെ ഫുൾ ബോഡിയുടെ ഓരോ മസിൽ ടുഗദർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, റൈറ്റ്? യു ആർ ലേണിംഗ് ഹൗ ടു യൂസ്
all muscles of your body together. അല്ലേ? ഇത് ശരിക്കും ചെയ്യുമ്പോൾ സംസാരിക്കരുത്. ഓക്കെ, യു ഹാവ് ടു ബി ക്വൈറ്റ്. ബ്രീതിങ് വരണം, റൈറ്റ്? പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്? സോ യു ആർ ഡൂയിങ് ഓൾ ദിസ്. നിങ്ങളുടെ അപ്പർ ബോഡിയിൽ ഫുള്ളി ചെയിൻ എല്ലാം വർക്ക് ആവണ്ടേ? ഓവർ വെയിറ്റ് ഒന്നുമല്ല. ഇതിൻ്റെ ബ്യൂട്ടി കണ്ടോ? ദിസ് ഇസ് 3 kgs, ഓൺലി 3 kg. ജിമ്മിലൊക്കെ ഇങ്ങനെ പോകും, സിമ്പിൾ. പക്ഷെ ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് പ്രശ്നം വരും. കാരണം എന്താ? ഇതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ? ഇത് വെറുതെ ഇങ്ങനെ പിടിച്ചാൽ തന്നെ ഒരു വർക്കൗട്ട് ആണ്. ഓക്കെ, യു ആർ വർക്കിംഗ് ഓൺ യുവർ ഗ്രിപ്പ്. മാർഷൽ ആർട്സിൽ ഗ്രിപ്പ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ? പിടിക്കണ്ടേ? ഫോർ ആം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ? ഷോൾഡർ യു ഹാവ് ടു മൂവ്, റൈറ്റ്? ഈ മൂവ്മെന്റ് എല്ലാം അറിയണ്ടേ? സോ ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ജസ്റ്റ് 3 kgs ഓൺലി. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഒരു 100 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലേ? യെസ്, അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഓൾ യു ക്യാൻ ഗോ ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്, അല്ലേ? ആർക്കെങ്കിലും ട്രൈ ചെയ്യണം? അപ്പർ ബോഡി റിലാക്സ് ആക്കി, ബെൽറ്റ് ഒന്നും മുകളിലേക്ക് വരുന്നില്ല, കുറച്ച് ഇത് എൻഗേജ് ചെയ്യാൻ വേണ്ടി, അത്രേ ഉള്ളൂ, റൈറ്റ്? ഇനി ഇത് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നല്ല, ഇത് അങ്ങോട്ട് വിനോദം. ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ വരുന്നത്. ഇത് അങ്ങോട്ട് ലെറ്റ് ഇറ്റ് സ്വിങ്. ഇവിടുന്ന് ഒരു പെൻഡുലം പോലെ ഇങ്ങനെ സ്വിങ് ആവും. ഫ്രോം ദെയർ ഇവിടുന്ന് അങ്ങോട്ട് റിലാക്സ് അങ്ങോട്ട് പോയി ഇങ്ങനെ സ്വിങ്. And 1 minute. Yes, again. And our last part will come. Just right. Yes. Nice. 3 kgs alone. But shall control ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അല്ലേ? വെരി ഗുഡ്. ഗതാഗതം അറിയാലോ? It is a mace. Okay, mace. സ്റ്റീൽ മേസ്, വുഡൻ മേസ് എന്ന് പറയും. ഓക്കെ, ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണെന്ന് അറിയാം. പക്ഷെ ഇന്ത്യയിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി ഓൾ സിവിലൈസേഷൻസ്, നോർത്ത് അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ, യൂറോപ്യൻ, എല്ലായിടത്തും മിഡീവൽ ഏജ് ആയാലും സ്റ്റോൺ ഏജ് ആയാലും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു വടി എല്ലാ കൾച്ചേഴ്സിലും ഉണ്ട്. ഓക്കെ, അത് വെപ്പണായിട്ട് ഉപയോഗിക്കലുണ്ട്, ട്രെയിനിങ് എക്വിപ്മെന്റ് ആയിട്ട് ഉപയോഗിക്കലുണ്ട്. വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ശരിയല്ല. ഇതൊരു ഏകദേശം 10 കിലോ ഉണ്ടാവും. ഓക്കെ, അതെ, സെയിം പ്രോബ്ലം. 10 കിലോ എങ്ങനെയാണെങ്കിൽ ഈ സിമ്പിൾ ആയിട്ട് യു ക്യാൻ ലിഫ്റ്റ്, നോ പ്രോബ്ലം, 10 kgs. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. ആ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന ഗെയിമാണ്. ഓക്കെ, വെപ്പണായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗദ വരുന്നത് കുറച്ച് ലൈറ്റ് ആയിരിക്കും. കളറിഫായിട്ട് ഡെമോൺസ്ട്രേഷനിൽ കണ്ടിട്ടുണ്ടാവും. അവർ ഗദ ഇങ്ങനെ യൂസ് ലൈക്ക് ദിസ് 1 2, അത് കുറച്ചുകൂടി ലൈറ്റാണ്. കാരണം എന്താ? ഫൈറ്റിങ്ങിൽ യൂസ് ചെയ്യണ്ടേ? ഈ 10 കിലോന്റെ സാധനം ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശരിയല്ല, അല്ലേ? ദിസ് ഈസ് ഫോർ ട്രെയിനിങ് പർപ്പസ്. ട്രെയിനിങ് എങ്ങനെയൊക്കെ ചെയ്യാം? See this? ഇതിങ്ങനെ പിടിക്കാൻ തന്നെ ഒരു ചാലഞ്ചാണ്. ഓക്കെ, ദിസ് ഈസ് എൻഗേജിങ്. This is engaging your wrist, your fingers, your forearms, upper body pulling chain എല്ലാം, right? ഇപ്പോൾ പറഞ്ഞ ടെക്നിക്ക് തന്നെ. Engage the core and you swing. നോക്കട്ടെ, I'll try. See? Right? Okay? Right? I think try now. You want to try? Serious? Yes. Breathe out. Wait. Right? Just right. Right? Did I get it? Backward, wait. Oh, right.
മെല്ലെ ഇങ്ങോട്ട്. ലേശം. One. Good. ഒന്നോട്ട്. Great, Sensei. Thank you so much. ഞാനിത് കാണാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ. അപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും വെച്ചിട്ട് ഞാൻ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് എനിക്കിവിടെ വന്നപ്പോൾ അത് ചെയ്യാൻ പറ്റി കുറച്ചെങ്കിലും. അത് കണ്ടതുകൊണ്ടാണ്. പക്ഷേ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇങ്ങനെ എക്സസൈസ് ചെയ്താൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കരാട്ടെ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് ബോഡി സ്ട്രെങ്തനിങ്ങും ഫ്ലെക്സിബിലിറ്റി സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും. ഒക്കെ എന്താ പറയുക, എല്ലാ അലൈൻമെൻറ്റും കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും. First time I like that very strong with my hand. My hand very strong this time and breathe. Everything very powerful. And mind, decision, everything that's okay. Focus mainly. No? Focus. The focus is improving, right? Yeah. Okay, yes. That's good. Sit up. Up. Jump. Again. One. Very good. Very good. Very good. Come on, Alvin. Very nice. Very nice. Simple. Simple. Again. Cushion one. Okay. Up. Two. One. Two. You can add yourself, right? Almost എല്ലാം പ്രാക്ടീസ് ചെയ്യാം.